റഷ്യയിൽ ശക്തമായ ഭൂചലനം എന്ന വാർത്ത വരുന്നു. റിക്ടർ സ്കെയിലിൽ 8.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിര ജെയിനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അതിര വലിയ തീവ്രതയുള്ള ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം നാശം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. വിനിത 8.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഭൂചലനം ഉണ്ടായിരുന്നു. കാംചത്ക ഉപദ്വീപാണ് പ്രഭവ കേന്ദ്രം. ഹവായ്, അലാസ്ക, ജപ്പാൻ, കിഴക്കൻ റഷ്യ എന്നിവിടങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലാസ്കയിലെ അലൂഷ്യൻ ദ്വീപുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനിയും പുറത്തു വരാനുണ്ട്. കെട്ടിടങ്ങൾ കുലുങ്ങുകയും ഭൂചലനം അനുഭവപ്പെടുകയും ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. ജപ്പാൻ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികം നാശനഷ്ടം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഒരു സുനാമി മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 8.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാന്റെ കാംചത്ക ഉപദ്വീപിനടുത്താണ് പ്രഭവ കേന്ദ്രം. ഭൂചലനം ഉണ്ടായത്. തുടർന്ന് ജപ്പാൻ തീരങ്ങളിലും കിഴക്കൻ റഷ്യൻ തീരങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചില ആഘാതങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് പറയുന്നത്. സുനാമി വരാനുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നിരീക്ഷണം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 ശക്തമായ ഭൂകമ്പങ്ങളാണ് ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ജപ്പാനിൽ തുടർച്ചയായി ഭൂചലനങ്ങൾ കഴിഞ്ഞ മാസവും ഈ മാസവും ഉണ്ടായിരുന്നു. അതിന്റെ കൂടി ശേഷമാണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ശരി, ശക്തമായ ഭൂചലനം എന്ന് തന്നെ പറയേണ്ടി വരും. 8.7 എന്ന് പറയുമ്പോൾ അതിതീവ്രതയുള്ളതാണ്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റഷ്യയിലെ പല ഭാഗങ്ങളിലും കെട്ടിടങ്ങൾ തകർന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നറിയണം. ഇത് തീരമേഖലയാണ് കൂടുതലായും ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നതാണ്. ഒരു 3 മീറ്റർ ഉയരത്തിൽ വരെ സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നു. സ്ട്രക്ചറൽ ഡാമേജ് കൺഫേംഡ്, അതായത് കെട്ടിടങ്ങൾ തകർന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം തുടരുന്നു. ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നതെന്നാണ് റഷ്യൻ അധികൃതർ അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് വീണ്ടും വാർത്തയുടെ വിശദാംശങ്ങളുമായി ആതിര ജെയിൻ എത്തും.